ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നലത്തെ എൻ്റെ ടോപ്പിക് ഒരു പോയത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് അതേ NIOS+2ൻ്റെ ഒരു ലെസനാണ് ഇന്ന് എടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു പോയമും ഒരു ഷോർട്ട് സ്റ്റോറിയും അങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച ടോപ്പിക്ക് വന്നിട്ട് ബോലി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷിൽ 25th ചാപ്റ്റർ ബോലി, അതിൻ്റെ ഒരു സമ്മറിയാണ്, അതിൻ്റെ ഒരു മെയിൻ പോയിൻറ്റ്സാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ മീനിങ് എന്താണ്? ബോലി. പിന്നെ ഒന്ന് ആലോചിക്കണം, ഇതൊന്നും ഇംഗ്ലീഷ് വേർഡ്സ് അല്ല, ഇത് ഹിന്ദി സ്റ്റോറീസിൻ്റെ ട്രാൻസ്ലേഷൻ മാത്രമാണത്. അപ്പോൾ എത്രയോ വേർഡ്സ് ഇതിൽ ആ കുട്ടി വന്നിട്ട് അച്ഛനെ പിതാജി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഹിന്ദി റൈറ്റേഴ്സ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ ലെസൺസാണ് ഇത്. പിന്നെ ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയം അതൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷ് റൈറ്റേഴ്സിൻ്റെയാണ്. ഇത് വന്നിട്ട് ഇന്ത്യൻ റൈറ്റേഴ്സിൻ്റെ തന്നെയാണ്. അപ്പോൾ ഹിന്ദി സ്റ്റോറിയുടെ നേരെ ട്രാൻസ്ലേഷൻ മാത്രമാണ് ഈ സ്റ്റോറി. അതുകൊണ്ടാണ് ഹിന്ദി വേർഡ് ബോലി. അപ്പോൾ ടൈറ്റിൽ മീനിങ് എന്തായാലും പറയാം. ബോലി എന്ന് വെച്ചാൽ എന്താ? ഫൂൾ എന്നാണ്, വിഡ്ഢി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എങ്ങനെയാണ് ഒരു ലെസൻ്റെ പേര് വിഡ്ഢി എന്നൊക്കെ ഫൂൾ എന്നൊക്കെ മീനിങ് എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരു ടൈറ്റിൽ വരുന്നത്? അപ്പോൾ അറിയാനുള്ള കാര്യം, ഇത് വന്നിട്ട് ഒരു കുട്ടിയുടെ നിക് നെയിമാണ്. വാട്ട് ഈസ് നിക് നെയിം? ഇരട്ടപ്പേര്. അതായത് ഈ വേർഡ് കേട്ടാൽ ആരും സന്തോഷിക്കില്ല, കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം വരും. അപ്പോൾ നിക് നെയിം മീൻസ് എ വേർഡ് വിച്ച് ഹർട്ട്സ് അതേഴ്സ്. അപ്പോൾ ഒരു കുട്ടിയുടെ നിക് നെയിമാണ് ബോലി എന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ് ഒന്ന് നോക്കാം. അവളുടെ പേര് സുലേഖ എന്നാണ്. പിന്നെ ബോലി എന്നുള്ള പേര് എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് അടുത്തത്. പക്ഷേ ചെറുപ്പം തൊട്ടേ അവളെ എല്ലാവരും ബോലി ബോലി എന്നാണ് വിളിക്കുന്നത്. എന്താ കാരണം വെച്ചാൽ, ബോലി എന്ന് പറഞ്ഞാൽ ചിന്താശേഷിയില്ലാത്തത്, വിവരമില്ലാത്തത് എന്നുള്ളൊക്കെ മീനിങ്. അപ്പോൾ ഇതിൽ ബോലി എന്ന് അറിയപ്പെടുന്ന സുലേഖ ഒരു ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടി എന്ന രീതിയിലാണ് കണക്കെടുക്കപ്പെട്ടത്. ആ കുട്ടിയെ കൊണ്ട് വൃത്തിക്ക് സംസാരിക്കാൻ സാധിക്കില്ല. ഒരു വേർഡ് പറയണമെങ്കിൽ തന്നെ ഭയങ്കര വിക്കലായിരുന്നു. അപ്പോൾ എല്ലാവരും അവൾക്ക് ജന്മനാ തന്നെ കഴിവില്ലാത്തൊരു കുട്ടിയാണെന്നാണ് കണക്കെടുത്തിരുന്നത്. അപ്പോൾ ഒന്നും മറ്റു കുട്ടികളിൽ വെച്ചും വ്യത്യാസമായ ഒരു കുട്ടിയാണ് ബോലി. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഇതൊരു പഴയ ഒരു സ്റ്റോറിയാണ്. പഴയതെന്ന് വെച്ചാൽ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യക്ക് ഫ്രീഡം തന്നിട്ട് പോകുന്ന ആ ഒരു സാഹചര്യം, അന്ന് ബ്രിട്ടീഷ് റൂള് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്താണ് ഈ ലെസൺ എഴുതിയത്. അപ്പോൾ എങ്ങനെ നോക്കുമ്പോഴും ഇന്നത്തെ അത്ര ഡെവലപ്മെൻറ്റ്സ് ഒന്നും പണ്ട് ഉണ്ടായിട്ടില്ല. ആരെങ്കിൽ ഒരു ഗ്രാമത്തിൽ തന്നെ 1-2 പേരെ പഠിപ്പറിവുണ്ടായിരുന്നുള്ളൂ. ആസ് എ റിസൾട്ട് ഈ വീട്ടിലത്തെ ആൺകുട്ടികൾ വേറെ ഒരു നാട്ടിൽ പോയിട്ടാണ് സ്കൂളിലും കോളേജിലൊക്കെ പോയി പഠിച്ചത്. പെൺകുട്ടികളുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ എന്തായാലും പഠിപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇങ്ങനെയൊരു ഗതി എന്ന് വെച്ചാൽ, അവൾക്ക് 10 മാസം മാത്രം പ്രായം ഉണ്ടായിരുന്ന സമയത്ത് കട്ടിൽ നിന്ന് താഴെ അങ്ങോട്ട് വീണു. എന്തായാലും ജീവൻ അപകടമൊന്നും സംഭവിച്ചില്ല. പക്ഷേ തല മുട്ടിയത് കൊണ്ട് അവളുടെ ബ്രെയിനിൽ പല ഭാഗങ്ങളും അത് ഡാമേജ് വരുത്തി. അതിൻ്റെ റിസൾട്ട് തന്നെയാവാം വൃത്തിക്ക് സംസാരിക്കാൻ പറ്റാത്തതും ചിന്തിക്കാൻ സാധിക്കാത്തതും ആരെന്ത് പറഞ്ഞാലും റെസ്പോൺസും ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള കാര്യമൊന്നും അവളുടെ വീട്ടിലാരും ആലോചിച്ചില്ല. കാരണം അന്നത്തെ ഒരു ലൈഫ് അങ്ങനെയായിരുന്നു. കുട്ടിക്ക് എന്തെങ്കിലും ജന്മന വല്ല കുഴപ്പമുണ്ടോ, ഇന്നുള്ള പോലത്തെ കൺവീനിയൻസ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല.
അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ എന്നുള്ളതൊന്നും ആലോചിക്കാതെ അവളൊരു ബുദ്ധിയില്ലാത്ത കുട്ടി. അപ്പോൾ എല്ലാ കുട്ടികളും അവളെ മിമിക്രി കാട്ടി സംസാരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ റിസൾട്ട് അവൾ ഒന്നും ആരടുത്തും മിണ്ടാതെ ഒരു മിണ്ടാപ്പൂച്ചയെ പോലെ വീട്ടിനകത്ത് അവൾ മിണ്ടാണ്ട് സൈലൻ്റായിട്ട് ഇരിക്കും. അപ്പോൾ രാംലാൽ എന്നുള്ളതാണ് ഈ വീട്ടിൻ്റെ ഗൃഹസ്ഥൻ. അച്ഛൻ രാംലാൽ ഒരു റവന്യൂ ഓഫീസറാണ്. ഇന്നത്തെ റവന്യൂ ഓഫീസർ എന്നുള്ള അതേ സ്റ്റാറ്റസ് തന്നെ, പക്ഷെ അന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ തന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് റവന്യൂ ഓഫീസർ ആയ രാംലാലിൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനും സൗകര്യത്തിനും ഒന്നും ഒരു കുറവുമില്ലാതെ സന്തോഷമായിട്ട് കഴിയുമായിരുന്നു. 3 ആൺമക്കളുള്ളതാണ്. ആ ആൺകുട്ടികൾ സ്കൂളിൽ പോയി, പിന്നെ കോളേജിലൊക്കെ പോയി. 4 പെൺമക്കളാണ്. മൂത്ത കുട്ടിയുടെ പേര് രാധ, രണ്ടാമത്തെ കുട്ടിയുടെ പേര് മംഗള, മൂന്നാമത്തെ കുട്ടിയുടെ പേര് ചമ്പ, 4ാമത്തെ കുട്ടിയാണ് ബോലി. അപ്പോൾ അന്നൊക്കെ പറഞ്ഞാൽ ലേഡീസിൻ്റെ എഡ്യൂക്കേഷനെ പറ്റിയിട്ടായിരുന്നില്ല വീട്ടുകാർ വറീഡായത്. എപ്പോഴും അവരുടെ മാരേജ് മാത്രമാണ്. രാധ ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞ് പോയി. അത് പറഞ്ഞാൽ അന്നൊക്കെ ടീനേജ് ഒക്കെ ആകുമ്പോൾ തന്നെ മാരേജ് ഫിക്സ് ചെയ്യുമല്ലോ. അപ്പോൾ ടീനേജ് കാലം എങ്ങാണ്ടാവാം. നമ്മൾ ഈ ലെസൺ തുടങ്ങുന്ന സമയത്ത് തന്നെ രാധയുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. മംഗളയുടെ കല്യാണവും ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ 3ാമത്തെ കുട്ടി ചമ്പയും കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് ഒരു ചെക്കനെ കിട്ടാൻ ആ കുട്ടിക്കും ബുദ്ധിമുട്ടില്ല. പക്ഷേ രാംലാൽ, ഇവരുടെ അച്ഛൻ, ആരെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് സങ്കടപ്പെടുന്നുണ്ടാവുക? അത് തീർച്ചയായും ബോലിയെക്കുറിച്ചാണ്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ എന്താ വെച്ചാൽ, കാണാൻ ഭംഗിയുള്ള പെണ്ണാണെന്ന് വെച്ചാൽ തീർച്ചയായും കല്യാണം കഴിക്കാൻ ആൾക്കാർ നിറയെ വരും എന്നുള്ളതാണ്. ഇന്നത്തെ ലൈഫായിരുന്നില്ല. അന്ന് പറഞ്ഞാൽ ചെക്കനാണെങ്കിലും പെണ്ണാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ തീർച്ചയായും പ്രപ്പോസൽ പെട്ടെന്ന് വരും. അപ്പോൾ ഭംഗിക്ക് നല്ല പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സമയത്താണത്. അതുകൊണ്ട് തന്നെയാണ് ബോലി കാണാനോ ഭംഗിയില്ല. പിന്നെ ഏറ്റവും മോശമായ കണ്ടീഷൻ പറയുന്നത് സ്മോൾ പോക്സ് അസുഖം ബോലിയെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായി വെച്ചാൽ ആ കുട്ടിയുടെ ശരീരം മുഴുവനും തന്നെ വലിയ വലിയ കുരു വന്ന് ശരീരം മൊത്തം അത് പകർന്നു. അങ്ങനെ അത് മാറിയതിന് ശേഷവും കറുത്ത അടയാളം അവളുടെ ദേഹത്തുനിന്ന് പോയിട്ടില്ല. കണ്ണുകൾ മാത്രം രക്ഷപ്പെട്ടു. അതിൽ പറയുന്നുണ്ട് ഓൺലി ഹർ ഐസ് വേർ സേവ്ഡ്. കണ്ണിനെ മാത്രം ബാധിച്ചിട്ടില്ല എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ സോ വാട്ട് ഈസ് ഹർ കണ്ടീഷൻ നൗ? ഷീ ഹാസ് നൈദർ ഗുഡ് ലുക്സ് നോർ ഇൻ്റലിജൻസ്. ഭംഗിയും ഇല്ല, ബുദ്ധിയും ഇല്ല. ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ പോലും അവളുടെ അച്ഛന് പ്രശ്നമില്ലായിരുന്നു. എന്തായാലും കല്യാണം നടക്കുമെന്ന് വിചാരിക്കുക. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചോളം രണ്ടുമില്ല. ജീവിതകാലം മുഴുവനും ആ കുട്ടി ആ വീട്ടിൽ തന്നെ കഴിഞ്ഞു പോകേണ്ടി വരും എന്ന് ആലോചിച്ചിട്ടാണ് അച്ഛനും അമ്മയും സങ്കടപ്പെട്ടത്. അങ്ങനെ ബോലിയുടെ ഭാഗ്യം എന്ന് പറയുന്ന പോലെ സ്കൂളിൽ പോകേണ്ട പ്രായമായ സമയത്ത് തന്നെ ആ ഗ്രാമത്തിൽ ഒരു പ്രൈമറി സ്കൂൾ തുടങ്ങി. പെൺകുട്ടികൾക്ക് മാത്രം പഠിക്കാനുള്ള ഒരു ഗവൺമെൻറ് പ്രൈമറി സ്കൂൾ തുടങ്ങി. അപ്പോൾ പെൺകുട്ടികൾക്ക് മാത്രമാണെങ്കിലും ഗ്രാമത്തിലൊക്കെ പറഞ്ഞാൽ ആരും പെൺകുട്ടികളെ പഠിക്കാൻ അയക്കാത്തത് കൊണ്ട് എല്ലാവർക്കും അതൊരു പേടിയാണ്. അടുത്ത വീട്ടുകാരെന്തെങ്കിലും ഗോസിപ്പ് പറയുമോ? അന്ന് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് പറയുന്നത് ഒരു പ്രശ്നവും എന്തോ ഒരു പാപം എന്ന് പോലെ കരുതിയിരുന്നതാണ്. അപ്പോൾ ഇവരുടെ നാട്ടിൽ തഹസിൽദാർ പറഞ്ഞു, രാംലാലിനെ വിളിച്ച് പറഞ്ഞത്, ആ നാട്ടിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ആൾ ഒരു കാര്യം ചെയ്താൽ ബാക്കി എല്ലാവരും അത് ചെയ്യും. അപ്പോൾ പെൺകുട്ടികളെ പഠിപ്പിക്കണം എന്ന് ഉള്ള ആവശ്യം നമുക്കുള്ളപ്പോൾ നീയാണ് ആദ്യം നിൻ്റെ മോളെ പഠിക്കാൻ അയക്കേണ്ടത്. അപ്പോൾ ബോലിയെ സ്കൂളിൽ പറഞ്ഞയക്കാനാണ് തഹസിൽദാർ രാംലാലിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. ആ രാത്രി തന്നെ ബോലിയുടെ അമ്മയായിട്ട് സംസാരിക്കുന്ന സമയത്ത് അമ്മയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നു. പെൺകുട്ടികൾ പഠിച്ചാൽ അവർക്ക് ആ കല്യാണാലോചന വരില്ല. ഇപ്പോൾ അവളുടെ കണ്ടീഷൻ ആകെ മോശമാണ്. ഭംഗിയില്ലാത്തതാണ് ആകെ കൂടെ പ്രശ്നം. പിന്നെ ബുദ്ധിയുമില്ല. ഇനി പഠിപ്പും കൂടെ ഉണ്ടെങ്കിൽ ആരാണ് അവളെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രാംലാലിന് തഹസിൽദാറിനെ ധിക്കരിക്കാൻ സാധിക്കില്ല. പിന്നെ അവസാനം സമാധാനപ്പെട്ട് ആ സ്ത്രീ പറയണ്ടായിരുന്നു, ശരി, പകൽ നേരത്ത് മുഴുവനും അവളുടെ ടീച്ചേഴ്സ് അവളെ വെച്ച് സഹിച്ചോട്ടെ, നമുക്ക് സഹിക്കണ്ട.
അപ്പോൾ വീട്ടിൽ ആ കുട്ടിക്ക് എന്ത് സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ സ്വന്തം അച്ഛനമ്മയും പോലും ഭാരമാണ് അവള് എന്ന് കരുതിയ ഒരു അവസ്ഥയാണ്. അങ്ങനെ ആദ്യമായിട്ട് ബോലി സ്കൂളിൽ പോവാണ്. സ്കൂളിലേക്ക് അവളെ അയക്കുന്ന സമയത്ത് പറയുമ്പോൾ ആ കുട്ടി എന്തോ വല്ലാതെ പേടിയായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. എന്താണ്, ഭയങ്കര ഒരു ടെൻഷൻ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, ആ കുട്ടീനെ അന്ന് കുളിപ്പിച്ചു, എണ്ണ തേച്ച് വൃത്തിയായിട്ട് മുടി കെട്ടിക്കൊടുത്തു. അതുമാത്രമല്ല, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നല്ല ഡ്രസ്സ് അവൾക്ക് കിട്ടി. എന്നാൽ അത് പുതിയതൊന്നുമല്ല, അവളുടെ മൂന്നാമത്തെ ചേച്ചിക്ക് പാകമാവാത്ത ഒരു ഡ്രസ്സ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക, ആ കുട്ടീനെ ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവളെ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ചേച്ചിമാരുടെ പഴയ വസ്ത്രങ്ങളാണ് ആ കുട്ടിക്ക് കൊടുത്തിരുന്നത്. അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു നല്ല ഡ്രസ്സ് ആ കുട്ടി കാണുന്നത്, അതും ചേച്ചിയുടെ പഴയ ഡ്രസ്സ് തന്നെയാണ്. അങ്ങനെ നല്ല ഡ്രസ്സ് ഇട്ടു, കുളിപ്പിച്ചു, ആദ്യമായിട്ട് മുടിയിൽ എണ്ണ തേച്ച് വൃത്തിയായിട്ട് മുടി കെട്ടി. ഇതൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു, വീടിനെക്കാട്ടിലും നല്ലൊരു സ്ഥലത്താണ് പോകുന്നതെന്ന്. അപ്പോൾ വീട്ടിൽ ആ കുട്ടി അനുഭവിക്കുന്ന ദുഃഖം എന്താണെന്നുള്ളതാണ് ഇതിൽ വെളിപ്പെടുന്നത്. അങ്ങനെ എന്തുകൊണ്ടാണ് ഈ കുട്ടി പേടിക്കണമെന്ന് വെച്ചാൽ, അച്ഛൻ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അവളെ സ്കൂളിൽ കൊണ്ടുപോവാണ്. അവൾ വരില്ല പറഞ്ഞ് കരഞ്ഞത് എന്താ വെച്ചാൽ, ഇതുപോലെയാണ് അവരുടെ വീട്ടിൽ അവർക്കൊരു പശു ഉണ്ടായിരുന്നു. ലക്ഷ്മി എന്നാണ് അതിൻ്റെ പേര്. ലക്ഷ്മീനെ ഇതുപോലെ ഒരു ദിവസം കൈ പിടിച്ച് അതിൻ്റെ കയറ് പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി. പക്ഷേ തിരിച്ചത് ഇതുവരെയ്ക്കും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഈ കുട്ടിയുടെ മനസ്സിനകത്തുള്ളത്. ലക്ഷ്മീനെ ഇതുപോലെയല്ലേ പിടിച്ച് വലിച്ചുകൊണ്ട് പോയത്, പിന്നെ തിരിച്ച് ആ പശു വീട്ടിലേക്ക് വന്നിട്ടില്ല. അതേപോലെയാണ് ഇന്ന് ഇവളെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ആ കുട്ടി സങ്കടപ്പെട്ടത്. എന്നാൽ സ്കൂളിൽ പോയപ്പോൾ മനസ്സാകെ മാറി. ഒരു വലിയ ബിൽഡിംഗ് ആദ്യമായിട്ട് കണ്ടു. ഇവളുടെ അതേ പ്രായത്തിലുള്ള കുറേ ചെറിയ കുട്ടികളെ കണ്ടു. എല്ലാ കുട്ടികളും നിലത്തിരുന്ന് സ്ലൈറ്റിൽ ഒരു അക്ഷരം എഴുതി പഠിക്കുന്നതും കണ്ടു. അപ്പോൾ ആ കുട്ടിക്കൊരു സന്തോഷമായി, ഇതിലാരെങ്കിലും ഒരാൾ അവളുടെ സുഹൃത്താവുമെന്ന്. അങ്ങനെ ടീച്ചറാണ് ആദ്യമായിട്ട് ആ കുട്ടിയെടുത്ത് സംസാരിക്കുന്നത്. ഇത്ര ദയോടെ ആരും സംസാരിച്ചിട്ടില്ല. അങ്ങനെ ടീച്ചർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. എന്താ നിൻ്റെ പേരെന്ന് ചോദിച്ചപ്പോൾ പറയാൻ സാധിച്ചില്ല. അവസാനം എന്താ വെച്ചാൽ കുട്ടികളൊക്കെ പോയതിന് ശേഷം ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താ നിൻ്റെ പേരെന്ന് ചോദിച്ചപ്പോൾ ആ ടീച്ചറുടെ മാന്യമായ സ്നേഹത്തോടെയുള്ള ഒരു സ്വരം കേട്ടപ്പോൾ മനസ്സിലായി, ഇത് എന്തായാലും ബോലിയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം ചോദിക്കുന്നതാണെന്ന്. അവളുടെ സ്വന്തം അമ്മ പോലും അവളുടെ അടുത്ത് സ്നേഹത്തോടെ മിണ്ടിയിട്ടില്ല എന്നുള്ളത് നമുക്കിതൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ടീച്ചറിന് മനസ്സിലായി, ഈ കുട്ടിയുടെ അടുത്ത് ആരും മിണ്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ പേടിക്കുന്നതെന്ന്. അപ്പോൾ ടീച്ചർ ഒരു കാര്യം പറഞ്ഞു കൊടുത്തത്, നീ നന്നായി പഠിക്കണം. ഇന്ന് ഞാൻ തരുന്ന ഈ ബുക്ക് നീ വായിച്ച് നോക്ക്, പഠിക്ക്. ഇത് കഴിഞ്ഞിട്ട് ഒരു വലിയ ബുക്ക്, അത് കഴിഞ്ഞിട്ട് ഇനിയൊരു വലിയ ബുക്ക്. പഠിപ്പറിവ് മാത്രം നിനക്കുണ്ടെങ്കിൽ ആരും ഈ ഗ്രാമത്തിൽ നിന്നെ ഇനി പരിഹസിക്കില്ല, എല്ലാവരും നിന്നെ കണ്ട ബഹുമാനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ബോലിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പേടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വന്ന ബോലി തിരിച്ചു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നത്. അങ്ങനെ സന്തോഷിച്ചിട്ട് മാത്രം തിരിച്ചു പോയി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ബോലിക്ക് ഒരു കല്യാണപ്രായമൊക്കെ അടുത്ത് വന്നു. അവരുടെ സ്കൂൾ ഒരു ഹൈസ്കൂളായി മാറി. അവരുടെ നാട്ടിലൊരു റൈസ് മില്ലൊക്കെ തുടങ്ങി. പിന്നെ അവരുടെ നാട്ടിൽ ട്രെയിനുകൾ വന്ന് നിൽക്കാൻ തുടങ്ങി. അതായത് ഒരു പെർഫെക്റ്റായ ഒരു നാട് എന്ന് അംഗീകാരം കിട്ടി എന്നാണ് വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്ന അന്നത്തെ ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ അങ്ങനെ ഈ വർഷങ്ങൾ പോകുന്നതും പിന്നെ അവരുടെ നാട്ടിലൊരു റൈസ് മിൽ തുടങ്ങുന്നതും ഒരു സിനിമാ തിയേറ്റർ തുടങ്ങുന്നതും നാടിൻ്റെ ഡെവലപ്മെൻറ്റ്സ് പോലെ തന്നെ ബോലിക്കും ഡെവലപ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ടീച്ചർ അവളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻകറേജ് ചെയ്ത് ടീച്ചർ അവളെ ധൈര്യശാലിയാക്കുകയാണ് ചെയ്തത്. എന്നാൽ ബോലിയുടെ അറിവിനെ പറ്റി അവളുടെ വീട്ടിൽ ആർക്കും അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു രാത്രി അച്ഛനും അമ്മയും രഹസ്യമായിട്ട് കുട്ടികളൊക്കെ ഉറങ്ങി ആരും എണീച്ചിരിക്കുന്നില്ല എന്നുള്ള ഒരു ഉറപ്പിൽ രഹസ്യമായി സംസാരിക്കുകയാണ്. അവളുടെ അമ്മയുടെ ശബ്ദവും സംസാരവും എന്നും ഒരു കൾച്ചർ ഇല്ലായ്മ തന്നെയാണ്. എന്തിനെടുത്താലും ഒരു ദേഷ്യം, ബോലിയെ പറ്റിയുള്ള ഒരു നെഗറ്റീവ് അപ്രോച്ച്, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ
അച്ഛൻ സങ്കടത്തോടെ ഒരു കാര്യം പറയുന്നു, അമ്മയ്ക്കാണെങ്കിൽ ഇപ്രാവശ്യം നല്ല സന്തോഷമായിരിക്കുന്നു. എന്താ വച്ചാൽ ബോലിയുടെ അച്ഛനും അമ്മയും ഇന്നേ വരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇന്ന് ഇന്ന് അവർക്ക് കേൾക്കേണ്ടി വന്നത്. എന്താ വെച്ചാൽ വേറൊന്നുമല്ല, ബോലിക്ക് ഒരു കല്യാണാലോചന വന്നു, ഒരു മാരേജ് പ്രപ്പോസൽ. അപ്പോൾ മാരേജ് പ്രപ്പോസൽ എന്ന് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമായിരുന്നു. അപ്പം നമുക്ക് ആലോചിക്കാം, എന്താണ് അച്ഛനക്കും അപ്പോൾ സന്തോഷമാവണ്ടേ? അപ്പോൾ കല്യാണം നടക്കാതെ ഇരിക്കുന്ന ഒരു പെണ്ണിന് ഒരു ആലോചന വന്നു എന്ന് കേട്ടാൽ ആരപ്പം സന്തോഷിക്കാത്തത്? അപ്പോഴാണ് രാംലാൽ പറയുന്നത് എന്തുകൊണ്ടാണ് രാംലാലിന് സന്തോഷമല്ല എന്നുള്ളത്. അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, എന്തിൻ്റെ കുറവാണ് ബിഷാംബർ നാഥ്? ബിഷാംബർ നാഥ് എന്നാണ് ഫുൾ നെയിം. ബിഷാംബറിന് എന്തിൻ്റെ കുറവാണുള്ളത്? എത്രയോ ആയിരക്കണക്കിന് രൂപയാണ് ബാങ്കിൽ സേവിങ്സ് ഉള്ളത്, സ്വന്തമായിട്ടൊരു വീട്, സ്വന്തമായിട്ട് മില്ല്, എത്രയൊക്കെയോ. അപ്പോൾ ഇങ്ങനൊരു പൈസയുള്ള ഒരുത്തൻ നമ്മുടെ ഗ്രാമത്തിലല്ല, അടുത്തുള്ള ഗ്രാമത്തിൽ പോലും ഒന്ന് കുറവ് തന്നെയായിരിക്കും. അതുമാത്രമല്ല, ഏറ്റവും രണ്ട് നല്ല കാര്യമുണ്ട്. ഒന്ന്, അയാൾ സ്ത്രീധനം ആവശ്യപ്പെടുന്നില്ല, ഡൗറിയെ വേണ്ട എന്ന് പറഞ്ഞു. ഇനിയൊന്ന് എന്താ വെച്ചാൽ, അയാൾ ഇനിയൊരു നാട്ടിലത്തെ ആളായതുകൊണ്ട് ബോലിയുടെ കുറവൊന്നും തിരിച്ചറിയില്ല. അപ്പോൾ അതാണ് അവളുടെ അമ്മയ്ക്ക് ഏറ്റവും വലിയ സമാധാനം ഉണ്ടായിരുന്നത്. എന്തായാലും ആ നാട്ടിൽ ഫുള്ള് ബോലിയെ പറ്റി എല്ലാവർക്കും അറിയാം, ഒരു വിവരമില്ലാത്ത പെണ്ണാണ്, ഭംഗിയില്ലാത്ത പെണ്ണാണെന്നറിയാം. പക്ഷേ ബിഷാംബറിന് അതറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും അറിയാതെ ഇരിക്കുന്നവരിക്കും നല്ലത്. പെട്ടെന്ന് കല്യാണം കഴിച്ചു വിട്ടാൽ ഭാരം ഒഴിഞ്ഞു. പക്ഷേ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അന്നത്തെ കാലത്ത് എന്താ വെച്ചാൽ, കല്യാണം ഒരു കുറവുള്ള ആ കുട്ടിയെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടുകാരെ ആക്സെപ്റ്റ് ചെയ്തോളണം, വേറെ നിവൃത്തിയില്ല എന്നുള്ളൊരു കാലഘട്ടമായിരുന്നു അന്ന്. ഇന്നത്തെ കണ്ടീഷനല്ല. ഇതുപോലൊരു സ്റ്റോറിയാണ് ശുഭ എന്നൊരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്. ശുഭ വന്നിട്ട് സംസാരിക്കാനൊന്നും ശേഷിയില്ലാത്തൊരു കുട്ടിയായിരുന്നു. എന്നാൽ അത് ഒളിപ്പിച്ച് വെച്ചിട്ട് ആ കുട്ടിയെ കല്യാണം കഴിച്ച് കൊടുത്ത ഒരു സ്റ്റോറിയാണ്. അത് ഇനിയൊരു വീഡിയോയിൽ ഞാനത് പറയാം. പക്ഷേ അവസാനം എന്തായി വെച്ചാൽ ശുഭേനെ ഒഴിവാക്കുക തന്നെ ചെയ്തു. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പണി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ഒരു കാലമായിരുന്നു അന്ന്. അപ്പോൾ ബോലിയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അവൾ വിവരമില്ലാത്തതാണ്, ഭംഗിയില്ലാത്ത പെണ്ണാണെന്ന് അറിയാത്ത ആളാണല്ലോ ബിഷാംബർ. അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല അന്ന്. അപ്പോൾ അമ്മയ്ക്ക് എന്തും കൊണ്ടും ബോലിയുടെ കാര്യത്തിൽ സന്തോഷമായി. അപ്പോഴാണ് അച്ഛൻ എന്താ പറയണത്, ഈ പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷേ അയാൾ ചെറുപ്പക്കാരനൊന്നും അല്ലല്ലോ. ബിഷാംബറിന് അതിൻ്റെ പ്രായം എന്താണ്? എൻ്റെ അതേ പ്രായം. എൻ്റെന്ന് ഇവിടെ രാംലാൽ ഉദ്ദേശിക്കുന്നത് രാംലാലിൻ്റെ പ്രായം. അച്ഛൻ്റെ പ്രായത്തിലുള്ള ഒരു ആളാണ് ബോലിയെ പ്രപ്പോസ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അയാൾക്ക് ഡൗറിയെ വേണ്ടാത്തത്? ആ പെണ്ണിനെ കാണുമൊന്നും വേണ്ട, കല്യാണം കഴിച്ചാൽ മതി എന്നും വിചാരിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രപ്പോസൽ ഈ പ്രായത്തിൽ വന്നത്? അപ്പോൾ ബോലിയുടെ കുറവൊന്നും ഇയാൾക്കിപ്പോൾ പ്രശ്നമല്ല, ആക്ച്വലി അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രശ്നമില്ല എന്നും പറഞ്ഞ് വന്നതും. അപ്പോൾ അവളുടെ അമ്മ ഇവളെ ഒഴിവാക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അച്ഛനാണെങ്കിൽ സങ്കടം. അപ്പോൾ അവളുടെ അമ്മ ഈ കല്യാണം മതിയെന്ന് ഉറപ്പിച്ചു. എന്താ വെച്ചാൽ അവളുടെ അമ്മ പറയുന്നത് 45 അല്ലെങ്കിൽ 50 വയസ്സോ, ഇതൊന്നും ഒരാണിനെ സംബന്ധിച്ചൊരു പ്രായമല്ല. ഒരു 50 വയസ്സൊക്കെ തന്നെയല്ലേ കാണുള്ളൂ. അതൊന്നും ഒരു ആണിനെ സംബന്ധിച്ചോളം അതൊരു പ്രായമല്ല എന്നും പറഞ്ഞ് ഉറപ്പിക്കണം പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും വിചാരിച്ചത് ബോലി ഉറങ്ങിയെന്നാണ്. പക്ഷെ ബോലിയെല്ലാം കേട്ടുകൊണ്ടായിരിക്കുന്നുണ്ടായിരുന്നു. അവസാനം അവളുടെ അമ്മ ഒരു വാക്കും കൂടെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വിചാരിച്ചു ബോലി സമ്മതിക്കാതിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു. പക്ഷെ അമ്മ പറയുക, ആ പൂച്ച എന്ത് പറയാനാണ്, അതൊരു ഊമയാണ്, അതിനൊന്നും പറയാൻ അറിയില്ല. അപ്പോൾ നമ്മൾ ഇത് പ്രൊസീഡ് ചെയ്യാമെന്നും പറഞ്ഞ് ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ലാസ്റ്റ് സീനെത്തി. കല്യാണത്തിനന്ന് ആ നാട്ടിലെ ഏറ്റവും ആഡംബരമായി നടക്കുന്ന കല്യാണം അതാണ്. എന്താ വെച്ചാൽ പഴയ ഒരു ഹിന്ദി സോങ്ങിൻ്റെ പാട്ട് നല്ലോണം ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ മാരേജ് എങ്ങനെയാണെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ നന്നായിട്ട് മ്യൂസിക്കൊക്കെ വായിച്ച് പാട്ടൊക്കെ പാടി നന്നായി കല്യാണം കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബോലിയുടെ 3 ചേച്ചിമാർക്കും ഭയങ്കര അസൂയ. എന്താ വെച്ചാൽ ഇത്ര ആഡംബരമായിട്ടാണോ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചത്? എന്തായാലും ഇവൾക്ക് കല്യാണം നടക്കില്ല എന്നല്ലേ വിചാരിച്ചത്.
അങ്ങനെ വിചാരിച്ചൊരു പെണ്ണിന് ഇത്ര ആഡംബരമായിട്ടൊരു കല്യാണം. പക്ഷെ ഒരു കാര്യം അവരാലോചിക്കുന്നില്ല, ആ 3 പെണ്ണുങ്ങളും ചെറുപ്പക്കാരെയല്ലേ കല്യാണം കഴിച്ചത്. ഈ കുട്ടിപ്പാവം അച്ഛൻ്റെ പ്രായമുള്ള ഒരുത്തനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. പക്ഷെ ബോലിക്ക് ഇവിടെ വോയിസ് ഇല്ല. ഭാരത്തിനെ ഒഴിവാക്കിയാൽ മതിയെന്ന് അമ്മ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ജീവിതം അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ട് അവളിരുന്നു. അങ്ങനെ മുഹൂർത്ത സമയമായി. അപ്പോൾ നോർത്ത് ഇന്ത്യൻസിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെക്കൻ ഇങ്ങനെ കുതിരയിൽ വന്ന് ഇറങ്ങുന്ന സമയം അപ്പോൾ പെണ്ണ് വന്നിട്ട് മുഖം കവർ ചെയ്ത് പൂമാലയൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ മാലയിടുന്ന സമയത്താണ് ആദ്യമായി ബിഷാംബർനാഥ് ഈ പെണ്ണിനെ കാണുന്നത്. അപ്പോൾ ബിഷാംബർനാഥൊന്നും അങ്ങനെ കുറച്ച് ഉള്ള രീതിയിലൊന്നും ആൾക്കാരെയൊന്നും അല്ല കൊണ്ടുവന്നത്. നിറയെ ഒരു വലിയ പാർട്ടി ഓഫ് ഫ്രണ്ട്സ്, നിറയെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ക്ലോസ് ഫ്രണ്ടൊക്കെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ രാംലാലിനും സന്തോഷമായത് ബോലിക്ക് പോയിട്ട് ഇത്രയും വലിയ സ്ഥലത്തുനിന്ന് ആലോചന വന്നല്ലോ, ഒരു അഭിമാനവും കൂടെ അവസാനം തോന്നി, സങ്കടം ഉണ്ടെങ്കിലും. അപ്പോൾ എന്താ സംഭവിച്ചാൽ മാലയിടുന്ന സമയത്താണ് ഒരു കാര്യം കണ്ടത്. അവളുടെ മുഖത്ത് കറുത്ത അടയാളങ്ങൾ. എന്താ വെച്ചാൽ ഈ കാര്യം ബിഷാംബർനാഥിന് അറിയില്ലായിരുന്നു. അവസാനം എന്താ പറഞ്ഞത്, ഇത് കണ്ടപ്പോൾ ആകെ ദേഷ്യം വന്നു. അപ്പോൾ ബിഷാംബർനാഥിൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നീയും ചെറുപ്പക്കാരനൊന്നും അല്ലല്ലോ, ഒരു കാലം നൊണ്ടിക്കൊണ്ടാണ്, പിന്നെ ഇത് 2ാം കെട്ടും വേറെയാണ്. ഇയാളുടെ ആദ്യത്തെ ഭാര്യയിലുള്ള കുട്ടികൾ ബോലിയെക്കാട്ടിലും പ്രായമുള്ളതാണ്. അപ്പം മര്യാദയ്ക്ക് കല്യാണം കഴിക്കുന്ന ഫ്രണ്ട്സ് പറഞ്ഞെങ്കിലും അയാൾ ഇപ്പോൾ ഒരു ഡിമാൻഡ് വെച്ചു. ഇവളുടെ അച്ഛൻ ഇപ്പോൾ 5000 രൂപ തന്നാലേ കല്യാണം കഴിക്കുള്ളൂ പറഞ്ഞു. അവസാനം അവളുടെ അച്ഛൻ എന്ത് ചെയ്തു, എവിടുന്നൊക്കെയോ കഷ്ടപ്പെട്ട് പൈസ കൊണ്ടുവന്ന് കൊടുത്തു. പക്ഷേ ബോലി ഇപ്പോൾ റിയാക്ട് ചെയ്തു, അത്യാഗ്രഹം കാണിക്കുന്ന ആളെ കല്യാണം കഴിക്കാതെ ഞാൻ ഇവിടെ തന്നെ ജീവിച്ചോളാമെന്ന്. അങ്ങനെ അയാളെ പരിഹസിച്ച് ദേഷ്യത്തോടെ പുച്ഛിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. ബോലി അവസാനം എടുത്ത തീരുമാനം എന്താ വെച്ചാൽ ഇനി കല്യാണമൊന്നും വേണ്ട, അവൾ തന്നെ പഠിച്ച് വന്ന സ്കൂളിൽ ടീച്ചർ ജോലി അവളെ ആക്സെപ്റ്റ് ചെയ്യാമെന്നും അവളുടെ അച്ഛനമ്മേനെ അവസാന കാലത്ത് അവൾ നോക്കിക്കോളാം എന്നാണ് അവളുടെ തീരുമാനം. അപ്പോൾ ഗ്രാമത്തിൽ പറഞ്ഞാൽ അത് എളുപ്പക്കാരിയോ ഒന്നും ആയിരുന്നില്ല. പക്ഷെ നല്ലതിതാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും സമ്മതിച്ചു. എല്ലാത്തിനും ബോലി ഇത്ര സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള കാരണം അവളുടെ ടീച്ചർ മാത്രമാണ്. അവൾ അഭിപ്രായം ചോദിച്ചത് ടീച്ചറുടെ അടുത്ത് മാത്രമാണ്. തീരുമാനം നല്ലതാണോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇത് തന്നെയാണ് ശരി, ബോലി ഒരിക്കലും കഷ്ടപ്പെടേണ്ട ഒരു പെണ്ണല്ല, പഠിപ്പറിവുള്ള നല്ല ബുദ്ധിയുള്ള പെണ്ണാണ്. ഇവളുടെ സംസാരം അവസാനം കേട്ടപ്പോൾ ബന്ധുക്കൾ പോലും ഒന്ന് ഞെട്ടി, ഗ്രാമത്തിലുള്ള അത്ര പേരും ഒന്ന് ഷോക്കായി. ഇത്രയും സംസാരശേഷിയും അറിവുള്ള പെണ്ണാണോ ബോലിന്ന്. അപ്പോൾ നേരത്തെയുള്ള ഒരു മര്യാദയല്ല പിന്നെ ബോലിക്ക് കിട്ടിയത്. അപ്പോൾ ബോലിയുടെ തീരുമാനം ജീവിതകാലം മുഴുവനും കല്യാണം കഴിക്കാതെ അച്ഛനമ്മേനെയും അവൾ തന്നെ നോക്കിക്കോളാമെന്ന്. അപ്പോൾ ഇതാണ് ബോലി എന്നുള്ള ലെസൻ്റെ ഒരു സമ്മറി. ഓക്കെ, താങ്ക്സ്.